അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ലയ്ക്ക് സമർപ്പിച്ച ചെരുപ്പ് മുതൽ മാല വരെ അടിച്ചുകൊണ്ടുപോയ ട്രസ്റ്റിന്റെ വാർത്തകൾ ഇപ്പോഴും പുറത്തു വരികയാണ്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം, വെള്ളിക്കട്ടികൾ 60 വെള്ളി ഇഷ്ടികകൾ കാണാതെ പോയി എന്ന് പറയുമ്പോൾ SIT അതിൽ അന്വേഷണം നടത്തി അത് ഉരുക്കാനായിട്ട് കൃത്യമായി രേഖകളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് അയച്ചു എന്ന് കൃത്യമായി കണ്ടെത്തിയതുകൊണ്ട് അത് മോഷണം പോയില്ല. പോരാത്തതിന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഭക്തർ കൊണ്ടുവന്നിടുന്ന കാണിക്കയിൽ നിന്ന് ഇവർ പ്രധാനമായിട്ടും വാരിയെടുത്തുകൊണ്ട് കോടികൾ മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന കേസ് എന്ന് പറയുന്നത്. ആ കാണിക്ക ഭക്തർ കൊണ്ടിടുന്നതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റി എന്നുള്ളതാണ്. ഇപ്പോഴിതാ രാംലല്ലയ്ക്ക് സമർപ്പിച്ച സമ്മാനങ്ങളും ആഭരണങ്ങളും അപ്രത്യക്ഷമായ ആ ഒരു വിവാദം പുതിയൊരു തലത്തിലേക്ക് മാറുകയാണ്. മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി S ലക്ഷ്മിനാരായണൻ തന്റെ കുടുംബം രാമക്ഷേത്ര ട്രസ്റ്റിന് സംഭാവന ചെയ്ത 147 കിലോഗ്രാം സ്വർണം പൂശിയ രാമചരിത മാനസത്തിന്റെ പകർപ്പ് കാണാതായി. അതായത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. അതുപോലും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ഈ വിലയേറിയ സംഭാവനയ്ക്ക് ട്രസ്റ്റ് തനിക്കൊരു രസീതും നൽകിയില്ലെന്നും അതിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു വിവരവും പങ്കുവച്ചിട്ടില്ലെന്നും മുൻ ആഭ്യന്തര സെക്രട്ടറി ആരോപിച്ചു. S ലക്ഷ്മിനാരായണൻ മുഴുവൻ സംഭവവും വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 2024 ഏപ്രിലിൽ എൻ്റെ ഭാര്യ സരസ്വതിയോടൊപ്പമാണ് അയോധ്യയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഞാൻ ഈ പവിത്രമായ രാമചരിതമാനസം ചമ്പത് റായ്ക്ക് സമർപ്പിച്ചു. രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഇത് സ്ഥാപിക്കുമെന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചു, പക്ഷേ രസീത് നൽകിയില്ല. RSS മേധാവിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയം RSS മേധാവിയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു, ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും കാണാതായ ഈ രാമചരിതമാനസം സാമ്പത്തികമായി മാത്രമല്ല വിശ്വാസപരമായും വിലപ്പെട്ടതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 147 കിലോഗ്രാം ഭാരമുള്ളതും പൂർണ്ണമായും സ്വർണം കൊണ്ട് പൊതിഞ്ഞതുമായിട്ടുള്ള ഈ രാമചരിതമാനസത്തിന് 522 പേജുകളുണ്ട്. വിപണി മൂല്യം അനുസരിച്ച് ഇതിന്റെ ഈ സ്വർണ്ണപ്പകർപ്പിന്റെ മൂല്യം ഏകദേശം 5 കോടി രൂപ വരും എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.